നമ്മുടെ എക്സാം വായിലെ 2026 എക്സ്പെക്ട് എക്സാമിലെ 8ാം ക്ലാസ്സിലെ 5th റാങ്ക് ഹോൾഡർ ആയിട്ടുള്ള ഗൗതം കൃഷ്ണയും പാരൻറ്റുമാണ് എൻ്റെ കൂടെ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് പാരൻറ്റിൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. അപ്പോൾ നിങ്ങൾ മോൻ എന്തുകൊണ്ടാണ് എക്സാം വൈ ചൂസ് ചെയ്തത്, അല്ലെങ്കിൽ എക്സാം വൈയിൽ വന്നതുകൊണ്ട് മോനിക്ക് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് കിട്ടിയതായിട്ട് തോന്നിയിട്ടുണ്ടോ? ചൂസ് ചെയ്തത് എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ചൂസ് ചെയ്തത്. പിന്നെ ഏതെങ്കിലും ഒരു ട്യൂഷൻ ക്ലാസ് ചേർക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് ആകുമ്പോൾ അത് നല്ലതാണ്. അപ്പോൾ അതുപോലെ തന്നെ ആളങ്ങനെ പഠിക്കുമായിരുന്നു, പക്ഷേ ഇങ്ങനെ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുക, പുതിയത് വേറെ നോക്കിയിട്ട് വേറെ പ്രോബ്ലംസ് ചെയ്യുക അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇതിൽ ചേർന്നപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, നല്ല മാറ്റമുണ്ട്. ഓക്കെ. അപ്പോൾ മോന് നന്നായിട്ട് വരയ്ക്കുന്ന ഒരാൾ കൂടെയാണ്. അപ്പോൾ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും കൂടെ നന്നായിട്ട് ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ കുറേ പേരൻസ് നമുക്ക് കംപ്ലൈൻറ്റ് വരാറുണ്ട്, അതായത് ഒന്നുകിൽ പഠിക്കും അല്ലെങ്കിൽ കളിയായിരിക്കും. ഇത് രണ്ടും കൂടെ എങ്ങനെയാണ് ടൈം മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത്? കുഴപ്പമൊന്നുമില്ല മാം. ഇപ്പം എക്സാം വൈൽ വന്നതിന് ശേഷം എക്സ്ട്രാ പ്രോബ്ലംസ് അവൻ ചെയ്യുന്നുണ്ട്. അതെനിക്ക് നല്ലൊരു ഹാപ്പിയാണ്. അതിനുള്ള നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റും ഉണ്ട്. അല്ലാതെ ബാക്കി അവൻ വരയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ എന്തെങ്കിലും ഫ്രീ ടൈം കിട്ടുമ്പോൾ യൂട്യൂബിൽ നോക്കിയിട്ട് ജസ്റ്റ് വരയ്ക്കുന്നു, ഒരു ഹോബി ആയിട്ടല്ലേ? ഓക്കെ. അപ്പോൾ 2 വർഷമായിട്ട് നമ്മുടെ കൂടെയുള്ള ആളാണ് ഗൗതം കൃഷ്ണ. ഇനി 9th ആൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി.